ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനുമായിട്ട് ആരും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധി എല്ലാവരോടും കൂടി പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു ഡീലർഷിപ്പ് ഉറപ്പിക്കാനുണ്ട്, മാത്രമല്ല വെഡിങ് ആനിവേഴ്സറി വളരെയധികം ഗംഭീരമായിട്ട് ആഘോഷിക്കണം. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുകയാണ്. ഇത് കേട്ടത് നമ്മുടെ സച്ചി സുധീനെ കളിയാക്കാൻ തുടങ്ങി കേട്ടോ. രവീന്ദ്രൻ പറഞ്ഞു, ഇതിന്റെ വല്ല കാര്യം ഉണ്ടോടാ, പൈസ എത്ര രൂപ ചെലവാകൂടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പൈസയൊന്നും ഇപ്പൊ എനിക്കൊരു പ്രശ്നമല്ല, എന്റെ ബിസിനസ് വളർത്താൻ വേണ്ടിയാണ്. അപ്പൊ ഏത് ഹോട്ടലിലാന്ന് പറഞ്ഞപ്പോ റോയൽ എന്ന് പറയുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നിന്റെ ഇഷ്ടം, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ, കാരണം നിന്റെ ബിസിനസ്, നിന്റെ പൈസ നീ ചെലവാക്കുന്നു, അത് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ, പക്ഷേ എല്ലാം നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. എടുത്ത് ചാടി എടുത്തിട്ട് ലാസ്റ്റ് നഷ്ടക്കളി ഉണ്ടാക്കി വെക്കരുത്, എന്താന്ന് വെച്ചാൽ നീ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ബാക്കി എല്ലാവരും എണീറ്റ് അങ്ങ് പോവുകയാണ്. അതായത് രവീന്ദ്രൻ അങ്ങ് പോയി. അതിന്റെ പുറകെ നമ്മുടെ വർഷയും ശ്രീകാന്തും അങ്ങ് പോയി. നമ്മുടെ ചന്ദ്രയാണെങ്കിലോ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. ഏതായാലും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ദേ നിങ്ങളെല്ലാം നോക്കി നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം കേട്ടോ, എന്നിട്ട് അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ഡീലിങ് ഉറപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചിയോട് സുധി പറയാണ്, എനിക്ക് നിന്നോട് മാത്രമായിട്ട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, നീ ഒന്ന് വെളിയിലേക്ക് വാ. നിന്നോട് മാത്രമല്ല, അതുപോലെ തന്നെ ശ്രീകാന്ത് നിന്നോടും കൂടി അത് പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂടെ കൂട്ടിക്കൊണ്ട് വെളിയിലേക്ക് പോവുകയാണ് കേട്ടോ. ഭാര്യമാരെ വിളിക്കുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, നിങ്ങളോട് രണ്ടിനോടും എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രേവതിനെയും വർഷനെയും കൂട്ടിക്കൊണ്ട് ശ്രുതിയും പോവുകയാണ്. അപ്പം നമ്മുടെ ശ്രുതിയും രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് പോയി, ശ്രുതി രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെ സുധി കൂട്ടിക്കൊണ്ട് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ മിണ്ടാതിരിക്കുന്നത്, വെരുക് നടക്കുന്നത് പോലെ ഇങ്ങനെ നടക്കുന്നത്. അത് പിന്നെ എന്താണെന്നറിയാമോ, ഞാനിപ്പം ഡീലർഷിപ്പ് ഉറപ്പിക്കാൻ പോകുന്ന അഭിലാഷ് സാർ ഉണ്ടല്ലോ, വലിയ ആളോ, അതിനിപ്പോ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് സച്ചി ചോദിച്ചു. അപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, അത് പിന്നെ എനിക്ക് കോടികൾ ഉണ്ടാക്കാൻ പറ്റും, ദേ നമ്മുടെ ഫാമിലി വരെ ഉണ്ടല്ലോ ഡെവലപ്പ് ആവും, നീ അത് വിചാരിച്ചോ, കോടികളാ കൈ കിട്ടാൻ പോകുന്നത്, പക്ഷെ അയാളുമായിട്ട് നമ്മൾ ഡീലർഷിപ്പ് ഉണ്ടാക്കി എടുക്കണം. അപ്പോഴത്തേക്ക് സച്ചി ഒന്ന് പുച്ഛത്തോടു കൂടി നോക്കി. ഇപ്പൊ സുധി ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്, നീ ഞാൻ വളരണം, എനിക്ക് പണക്കാരനാകണം എന്നൊക്കെയാണല്ലോ പറയുന്നത്, എപ്പോഴും നിന്നെ കുറിച്ച് മാത്രം ആലോചിക്കുന്നത്, നീ കുടുംബത്തെ കുറിച്ച് പറഞ്ഞപ്പം ആരാണെങ്കിലും ആശ്ചര്യപ്പെട്ടു പോവില്ലേ, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്കും ഒരു ആശ്ചര്യം വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, സുധിയേട്ടൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യും. അത് പിന്നെ ഒരു സ്റ്റേറ്റിലെ ഫുൾ ഡീലർഷിപ്പ് തരുന്നത് ചുമ്മാതെ ഒന്നും തരത്തൊന്നുമില്ല. ഓ പിന്നെ എങ്ങനെയാ, പൂവും പഴവും വെച്ചിട്ടാണ് തരുന്നത്? ഏയ് അങ്ങനെയൊന്നും അല്ല, നീ ഒന്നും മിണ്ടായിരുന്നു, ഞാൻ പറയുന്ന കേക്ക് സച്ചി. എന്ത് ജോലി ചെയ്യുന്നു, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, വീട്ടിലുള്ളവരുടെ പ്രൊഫഷൻ, അപ്പം അതൊക്കെ നോക്കിയിട്ടേ തരത്തുള്ളൂ. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അല്ല അവൻ ഡീലർഷിപ്പ് തരാനല്ലേ നമ്മളുടെ അടുത്തേക്ക് വരുന്നത്, അത് മോളെ കെട്ടിച്ചു തരാനല്ലല്ലോ. ഓ എന്റെ പൊന്ന് സച്ചി, നീ എന്തിനാ ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ അതിനിടയ്ക്ക് കയറി ഓരോന്ന് വിളിച്ചു പറയുന്നത്? അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തിരക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ അതങ്ങ് പറഞ്ഞു കൊടുക്കണം, അതിനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അപ്പൊ സച്ചിൻ പറഞ്ഞു, അതെ അതിനിപ്പോ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, എനിക്ക് അച്ഛനും അമ്മയും 2 സഹോദരന്മാരുണ്ട്, അതുപോലെ തന്നെ അച്ഛൻ ബസ് ഡ്രൈവർ ആയിരുന്നു, ഇപ്പം റിട്ടയർഡ് ആയി. ഒരു അനിയൻ ഡ്രൈവറാ, അവന് സ്വന്തമായിട്ട് 2 കാറും ഉണ്ട്, പിന്നെ മറ്റേ അനിയനോ റെസ്റ്റോറന്റിൽ ഷെഫ്. ഇങ്ങനെയും പറഞ്ഞ പോരെ, ഇതിനെന്തിനാ നീ ഇട്ട് വളഞ്ഞിട്ട് മുക്കി പിടിക്കുന്നത്? ഇത് തന്നെയാ സച്ചി എന്റെ പ്രശ്നം. അതെ 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫ് അല്ലല്ലോ ദേ ഇവന് ഏതോ ഒരു റെസ്റ്റോറന്റിലെ ഷെഫ് അല്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സുധിയേട്ടാ, നീ നിക്കവിടെ. എടാ സച്ചി, നീ ഒരു സാധാരണ ഒരു കാർ ഡ്രൈവർ, ഒരു 2 കാറുണ്ട്, പക്ഷെ അത് രണ്ടും സെക്കൻഡ് ഹാൻഡ് അല്ലേ, തൂക്ക് വിറ്റാ പോലും ഒന്നും കിട്ടാൻ പോകുന്നില്ല, അതല്ലേ നിന്റെ ലൈഫ്. ഇതൊക്കെ ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും? എനിക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, സാധാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി പെട്ടതാണ് എന്ന് കരുതില്ലേ? ഞങ്ങളുടെ പ്രൊഫഷനെ പറ്റി താത്തി പറയരുതെന്ന് പലവട്ടം സുധിയേട്ടനോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ഞങ്ങളുടെ ജോലിക്ക് എന്താ സുധിയേട്ട ഇത്ര കുഴപ്പം? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, നിനക്ക് കുറച്ചിലുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഞങ്ങളെ പോലെ ഒരു സഹോദരങ്ങൾ ഇല്ലെന്ന് പറ. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, സഹോദരന്മാരുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പോയി. അല്ലെങ്കിൽ അവൻ ഇല്ലാന്ന് പറഞ്ഞ ശ്രീകാന്തേ, അവൻ കണ്ടോ പറഞ്ഞു പോയി അത്ര. അത് പിന്നെ അഭിലാഷ് സാറിനോട് ഞാൻ നിങ്ങളെ 2നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ അത് വേറൊരു രീതിയിലാണെന്ന് മാത്രം. വേറെ രീതിയിലോ? എന്ത് രീതിയിലാണോ നീ പറഞ്ഞത്? അത് പിന്നെ നീ ഒരു വലിയ ട്രാവൽസിന്റെ ഓണറാണ്, നിനക്ക് സ്വന്തമായിട്ട് 50 കാറുണ്ടെന്നൊക്കെയാ ഞാൻ പറഞ്ഞത്. 50 കാറോ? എന്തുവാടേ ഇത്?
മിനിമം തള്ളുമ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് തള്ളണ്ടേ. അപ്പൊ ശ്രീകാന്ത് ചോദിച്ചാൽ എന്നെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അതെ, നീ ഒരു വലിയ റെസ്റ്റോറന്റ് ഓണർ ആയെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്, 5 സ്റ്റാറിന്റെ. മഹാഭാവി, എങ്ങനെയാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? അത് പിന്നെ ആ ഡീലർഷിപ്പ് എനിക്ക് തന്നെ വേണം, അതും കൊണ്ടാണ് ഞാൻ അതൊക്കെ പറയാൻ പോയത്. ഓ, എന്നെ കണ്ടാൽ 50 കാറിന്റെ ഓണർ ആണെന്ന് പറയോ? പണക്കാരന്റെ ഒരു ലുക്ക് ഉണ്ടോ എനിക്ക്? നീ അതെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ. എന്നെ കണ്ടാല് നീ കള്ളം പറഞ്ഞെന്ന് അദ്ദേഹത്തിന് അപ്പൊ തന്നെ മനസ്സിലാവും. പിന്നെ നിനക്ക് ഡീലർഷിപ്പ് അല്ല, അദ്ദേഹം അടിയ തരാൻ പോകുന്നു, അടി. ആ, അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ കോലത്തില് നിങ്ങൾ രണ്ടുപേരെയും ആ ഫംഗ്ഷന് കൊണ്ടുപോകാൻ എനിക്ക് പറ്റത്തില്ല. ലുക്ക് മാറ്റണം, ആകെ മൊത്തം ലുക്ക് മാറ്റണം. നല്ല പണക്കാരുടെ വേഷത്തിലായിരിക്കണം നിങ്ങൾ പങ്കെടുക്കാൻ പോകേണ്ടത്. പണക്കാരന്റെ വേഷം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, വലിയ ഫംഗ്ഷനിലൊക്കെ ഈ കോടീശ്വരന്മാരിടുന്ന ഡ്രസ്സ്, കോട്ടും സൂട്ടൊക്കെ. അത് പിന്നെ അതിനൊക്കെ നല്ല വില കാണില്ലേ? അപ്പൊ ശ്രുതി പറഞ്ഞു, കാണും കാണും, അതിന് വില കാണും. നിങ്ങൾക്ക് 2 പേർക്കുള്ള ഡ്രസ്സ് ഞാൻ മേടിച്ചു തരാം. അപ്പോഴത്തേക്ക് സച്ചി, ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഡ്രസ്സ് നീ മേടിച്ചു തരാന്നോ? ആ, ഞാൻ മേടിച്ചു തരാന്നേ, ഞാൻ പറഞ്ഞില്ലേ. അല്ല, എന്താണ് സച്ചി നീ നോക്കുന്നത്? അല്ല, അതൊക്കെ എന്റെ വകയാന്നേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മേക്കപ്പ് ഒക്കെ ശ്രുതിയുടെ വക. നിങ്ങൾ 2 പേരും അവിടെ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി, അടിപൊളി സെറ്റാക്കി കൈ തരും. ദേ ശ്രീകാന്തെ, ഇവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലപ്പം ഇവൻ വേഷം കിട്ടിച്ചിട്ട് നമ്മളെ ഏതെങ്കിലും കുഴി കൊണ്ട് ചാടിച്ചു കളയുവേ. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, സത്യം പറഞ്ഞാൽ പോരെ അദ്ദേഹത്തിനോട്, എന്തിനാ ഈ കള്ളത്തരം ഒക്കെ പറയുന്നത്? ഇത് തെറ്റല്ലേ ഏട്ടാ? എന്ത് തെറ്റ്? ഇതൊക്കെ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആനിയാ, അത് നീ മനസ്സിലാക്കടാ. ആ, എനിക്ക് വളരണം, എനിക്ക് വളർന്നേ പറ്റൂ. ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് പറയണം, ഉണ്ടതൊക്കെ ഇല്ലെന്ന് പറയണം. ഇതൊക്കെ ഒരു ട്രിക്കാ മോനെ, ഇതൊക്കെ ഒരു ചെറിയ ട്രിക്ക്. ഓ, ഒന്ന് പോടാ, എന്ത് നേടണമെങ്കിലും അത് നേർവഴിക്ക് നേടണം, അല്ലാതെ അവന്റെ ഒരു ട്രിക്ക് എന്ന് സച്ചി. എന്നിട്ട് സച്ചി പറഞ്ഞു, ദേ നീ കള്ളത്തരം ബിരിയാണി വെച്ച് കഴിക്കുന്നവനാ, അങ്ങനെയല്ല ഞങ്ങള്. നിന്റെ കള്ളത്തരത്തിന് കൂട്ട് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അതെ അതെ ഏട്ടാ, നടക്കില്ല, ഞങ്ങൾ ഇതിന് കിട്ടില്ല എന്ന് നമ്മുടെ ശ്രീകാന്തും പറഞ്ഞു. ആകപ്പാടെ നമ്മുടെ ശ്രുതി പെട്ടുപോവാണ്ട്. ശ്രുതി പറഞ്ഞു, ചെറിയ പ്രായം മുതൽ വലിയ നിലയിലെത്തുന്നതൊക്കെ സ്വപ്നം കണ്ട് നടന്നവനാ നിങ്ങളുടെ ഏട്ടൻ. അതിനുവേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ പഠിച്ചു. ഇത് എനിക്ക് ദൈവം കൊണ്ട് തരുന്ന വലിയൊരു ചാൻസാ. എന്റെ സഹോദരങ്ങളായിട്ട് അത് നശിപ്പിച്ച് കളയാണെങ്കിൽ അങ്ങ് കളയട്ടെ. ഈ ഡീലർഷിപ്പ് കഴിഞ്ഞാലേ എന്റെ തലവര തന്നെ മാറും. അതിനല്ലേ ഞാൻ നിന്റെയൊക്കെ ഒരു ഹെൽപ്പ് ചോദിച്ചത്. വേണ്ട വേണ്ട, ഹെൽപ്പ് ചെയ്യണ്ട, പാവം ഞാന്. എടാ, ഞാൻ നിങ്ങളുടെ ഏട്ടനല്ലേ, ഏട്ടൻ എന്ന നിലയില് ഞാൻ നിങ്ങളോട് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോടാ. ഇതെങ്കിലും ഒന്ന് സമ്മതിച്ചതാടാ. ഓ, ചോദിക്കുന്ന ശീലമില്ലല്ലോ, എടുത്തോണ്ട് ഓടുന്നതല്ലേ എന്റെ ഏട്ടന്റെ ശീലം എന്ന് സച്ചി. അപ്പൊ സ്തുതി പറഞ്ഞു, എടാ സച്ചി, ഞാൻ സീരിയസ് ആയിട്ടാടാ പറയുന്നത്, നീ ഒന്ന് മനസ്സിലാക്ക. ഈ ഡീലർഷിപ്പ് കിട്ടിയാലേ എന്റെയും നമ്മുടെ കുടുംബത്തിന്റെയും നില തന്നെ മാറും. നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വലിയ നിലയിൽ നമ്മൾ എത്തും. എടാ, അതിന് നീ നന്നായിട്ട് അധ്വാനിക്കല്ലേടാ ചെയ്യേണ്ടത്, സത്യസന്ധമായിട്ട് കച്ചവടം നടത്തുക. അല്ലാതെ നീ ഇങ്ങനെ വളഞ്ഞ വഴി കൂടെ എത്താൻ നോക്കി കഴിഞ്ഞാലേ എത്തത്തില്ലടാ. കുറുക്ക് വഴി തീരത്തില്ലടാ, അത് നീ മനസ്സിലാക്ക. കള്ളത്തരോ വേഷം കിട്ടും ഇതൊന്നും വേണ്ട, നേർവഴിക്ക് അങ്ങ് നടന്നാ മതി, പറയുന്ന അങ്ങോട്ട് കേക്ക്. അയ്യോ, എന്നതാടാ സച്ചി ഇത്. പോട്ടെ. എടാ ശ്രീകാന്ത്, എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കടാ, സമ്മതിക്കടാ. നിങ്ങളൊന്ന് നിന്ന് തന്നാൽ മാത്രം മതി. എനിക്കിനി ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടാനേ പോകുന്നില്ല. ഈ ചാൻസ് നഷ്ടപ്പെട്ടാലേ ജീവിതാവസാനം വരെ ഞാൻ ആ ഷോറൂമിൽ തന്നെ ഇരിക്കേണ്ട വരില്ലേ? അയ്യോ, എനിക്ക് ഓർക്കാൻ വയ്യ. ഞാൻ നന്നായി കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ നിങ്ങൾ 2 പേരും എന്നെ ഒന്ന് സഹായിക്കും പ്ലീസ്. ഞാൻ യാചിക്കുക, കാല് പിടിക്കുക. സ്വന്തം ഏട്ടനല്ലേടാ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ നിങ്ങൾക്ക്? നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അത് ഇവിടെ ഇത്രയും താന്നു കേന്ന് പറയുന്നതല്ലേ സച്ചേട്ടാ. എന്താണെന്ന് വെച്ചാല് സുധിയേട്ട ചെയ്യട്ടെ, സുധിയേട്ട പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം സച്ചേട്ടാ. സച്ചേട്ടനും കൂടെ ഒന്ന് പറ. അത് പിന്നെ ഇവൻ നന്നായി കാണണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുള്ളൂ, പക്ഷെ ഇത് ഒരുമാതിരി നോണക്കേസായി പോയല്ലോ എന്ന് ഓർത്തിട്ടാ. അല്ല സച്ചേട്ടാ, ഒറ്റ രാത്രിയിലേക്ക് പോരെ? സച്ചേട്ട സ്കൂളിൽ പഠിക്കുമ്പം ഫ്രാൻസിസ് ഡ്രസ്സിനൊക്കെ പോലെ അതുപോലെ വിചാരിച്ചാ മാത്രം മതി. വിചാരിക്കാൻ എളുപ്പമാ, ചെയ്യാനാ പാട്. എന്തായാലും ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഇത് കേട്ടത് നമ്മുടെ സൂതിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. അപ്പൊ സച്ചു പറഞ്ഞു, ഞങ്ങളിനി സഹായിക്കാത്തത് കൊണ്ട് നീ ബിസിനസ്സിൽ മുന്നേറണ്ട, അങ്ങനെയൊന്നും വേണ്ട. അപ്പൊ 50 കാറിന്റെ ഓണറായിട്ട് വേഷം കെട്ടണം ഞാന്. 50 കാർ, അതെ അതെ. അല്ല, ഈ ഓണറിന്റെ ഭാര്യയും വേഷം കെട്ടണ്ടേ? വേണം, അതൊക്കെ ശ്രുതി നോക്കിക്കോളും, ശ്രുതി സെറ്റാക്കിക്കോളും. എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 50 കാർ. നിനക്ക് നല്ലത് വരുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം സമ്മതിക്കാം. പക്ഷെ ഇതിന്റെ പുറകിൽ വല്ല കുരുട്ട് ബുദ്ധി ഉണ്ടെങ്കിൽ നോക്കിക്കോളാം, നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കുകയല്ല ചെയ്യുന്നത്, നിന്നെ കൊല്ലും.
കുഴിച്ചു മൂടും. എനിക്ക് ഇതിലൊരു കുരുട്ടുബുദ്ധി ഇല്ല. നിങ്ങൾ രണ്ടുപേരും പണക്കാരുടെ വേഷത്തിൽ അങ്ങ് വന്ന് നിന്ന് തന്നാ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. എന്റെ പൊന്ന്. ഏതായാലും നമ്മുടെ സച്ചിനെ കൊണ്ടും ശ്രീകാന്തിനെ കൊണ്ടും എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ചെടുത്തു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ രേവതിനെയും ശ്രുതിനെയും വർഷേനെ കാണിക്കുന്നത്. അങ്ങനെ ശ്രുതി എല്ലാ കാര്യവും പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, അല്ല നമ്മുടെ രേവതി ചോദിക്കുകയാണ്, 50 കാറിന്റെ ഓണറോ? 50 കാറിന്റെ ഓണറിന്റെ ഭാര്യ ഞാനോ? അയ്യോ, ഞാൻ ഇത് എങ്ങനെ വിശ്വസിക്കും? മറ്റുള്ളവർ എങ്ങനെ വിശ്വസിക്കും? അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, ഒരു വലിയ റെസ്റ്റോറന്റ് ഓണർ ഞാനോ? ഇതൊക്കെ എങ്ങനെ ആൾക്കാർ വിശ്വസിപ്പിക്കും? ആൾക്കാർ എങ്ങനെ വിശ്വസിക്കും? അതൊക്കെ വിശ്വസിക്കും. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കള്ളത്തരം കാണിക്കാൻ ഞാനില്ലാട്ടോ ശ്രുതി, ഒരിക്കലും. രേവതി, ഇതൊരു ചെറിയ കാര്യമല്ലേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, ശ്രുതിയേട്ടൻ എന്തിനാ കമ്പനി ഓണറിനോട് കള്ളം പറഞ്ഞത്? അത് പിന്നെ ശ്രുതിയല്ല, ശ്രുതിയുടെ ഒരു ഫ്രണ്ടാ പറഞ്ഞത്. അത് നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, അത്രമാത്രം. അതിനുവേണ്ടിയാ ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞതും സംസാരിച്ചതും ഒക്കെ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി മനസ്സിൽ വിചാരിക്കുക, ഫ്രണ്ടൊന്നും അല്ലായിരിക്കും, അദ്ദേഹം തന്നെ ആയിരിക്കും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക, വെറും കള്ളനാ എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞാല് ഡീലർഷിപ്പ് എന്റെ കെട്ടിയോന് കിട്ടത്തുള്ളൂ. ബിസിനസ്സിൽ ഇങ്ങനെയുള്ള ചെറിയ ട്രിക്കൊക്കെ ഉണ്ടാകും, ഇത് സാധാരണ ഉള്ള കാര്യമാണെന്നേ. ശ്രുതിയുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് സഹകരിക്കണം പ്ലീസ്, കാല് പിടിക്കാൻ ഞാൻ. അപ്പൊ വർഷയും രേവതിയും മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, 50 കാറ് സ്വന്തമായിട്ടുള്ള ഒരാളുടെ ഭാര്യ എങ്ങനെയായിരിക്കും? വലിയ പണക്കാരിയുടെ ലുക്കില് വിലപിടിപ്പുള്ള സാരി, അത് വലിയ വിലപിടിപ്പുള്ള സാരി, അത് ഉടുത്ത് വേണം വരാനായിട്ട്. അതുപോലെ വർഷയും അങ്ങനെ തന്നെ വരണം. ഡ്രസ്സൊക്കെ രണ്ടുപേർക്കും ഞാൻ മേടിച്ചു തരാം. അല്ല, ഇന്ന ജോലി ചെയ്യുന്നവർക്കും അവരുടെ ഭാര്യമാർക്കും ഇന്ന ഡ്രസ്സ് വേണം, ഇന്ന ലുക്ക് വേണം എന്നൊക്കെ ഉണ്ടോ? ഉണ്ടെന്നേ, ഉണ്ട്, അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ വർഷം പറഞ്ഞു, അത് ശരിയാ, ഒരാളുടെ ഡ്രസ്സും ലുക്കൊക്കെ നോക്കി അവരുടെ സ്റ്റാറ്റസ് അളക്കും നമ്മുടെ സൊസൈറ്റി. അന്ന് വെച്ച് ക്യാഷ് ഇല്ലാത്തവർ ക്യാഷുകാരെ പോലെ മോശമായിട്ട് നടക്കാൻ പാടുണ്ടോ? അങ്ങനത്തെ ഡ്രസ്സ് ധരിക്കാൻ പാടുണ്ടോ? അങ്ങനെയൊക്കെ ധരിച്ചാൽ മോശമല്ലേ? അതൊക്കെ വലിയ നാണക്കേടല്ലേ? എന്റെ പൊന്നി ചേച്ചി, അതൊന്നും അല്ല. ക്യാഷ് ഉള്ളവര് സാധാരണ രീതിയിൽ നടക്കും, ക്യാഷ് ഇല്ലാത്തവര് ക്യാഷ് ഇല്ലാത്തവര് അഭിനയിച്ച് നടക്കും ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മുടെ സൊസൈറ്റി. അല്ല, ഞാനൊരു കാര്യം പറയാം, ശ്രുതി വലിയ വീട്ടിലെ പെണ്ണ, വർഷയും വലിയ വീട്ടിലെ പെണ്ണ. ഏത് വേഷത്തിൽ പോയാലും നിന്നെ കാണാൻ നല്ലതായിരിക്കും, പണക്കാരിയാണെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചതാണെന്നേ പറയത്തുള്ളൂ, ക്യാഷ് ഉള്ള ഒരു വീട്ടിലൊന്നും ജനിച്ചാന്നൊന്നും പറയത്തില്ല. നിങ്ങളുടെ കള്ളത്തിലൊക്കെ പൊളിയും ശ്രുതി, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ ഈ ഫംഗ്ഷന് വരുന്നില്ല, നിങ്ങൾ പൊക്കോ. രേവതി, നിന്നെ ഞാൻ മേക്ക് ഓവർ ചെയ്ത് പണക്കാരിയാക്കി എടുക്കില്ലേ, നല്ല പണക്കാരിയാക്കി എടുക്കും. നിന്റെ ഇപ്പോഴത്തെ ലുക്കില് ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി, പണക്കാരിയുടെ ലുക്ക് കിട്ടും. ഇതൊക്കെ വേണോ ശ്രുതി? ഇതൊക്കെ നല്ലതാണോ? വളഞ്ഞ വഴിയിലൂടെ ഡീലർഷിപ്പ് നേടണോ? ഇത് വളഞ്ഞ വഴിയൊന്നുമല്ല, ഇങ്ങനെയൊക്കെ തന്നെ എല്ലായിടത്തും നടക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കുക. വളഞ്ഞ വഴി, പൊളഞ്ഞ വഴി അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ചെറിയ ട്രിക്കൊക്കെ ഇടണം. അതും കൊണ്ടല്ലേ. അതെ രേവതി, കള്ളത്തരം കാണിക്കാന്നുള്ള തോന്നലൊന്നും വേണ്ട. ഇത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു റിഹേഴ്സൽ ആണെന്ന് കരുതിയാൽ മതി. അപ്പൊ വർഷ ചോദിച്ചു, മനസ്സിലായില്ല, എന്താ ശ്രുതി ചേച്ചി പറയുന്നത്? എന്റെ വർഷം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകാന്ത് സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങില്ലേ? ഉറപ്പായിട്ടും തുടങ്ങും. അത് തന്നെ ഞാൻ പറഞ്ഞത്. അതേ രേവതി, ഇപ്പൊ സച്ചിക്ക് സ്വന്തമായിട്ട് 2 കാറില്ലേ? കുറെ വർഷം കഴിയുമ്പം 50 കാറിന്റെ ഓണർ ആയിക്കൂടാന്നുണ്ടോ? അങ്ങനെയൊക്കെ ആകണമെന്ന് എന്റെ ആഗ്രഹം. അതൊക്കെ നടക്കും. ആ കാലം രേവതി എങ്ങനെയായിരിക്കും അത് ഫംഗ്ഷന് ആക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നമ്മളൊന്ന് റിഹേഴ്സൽ ചെയ്യുന്നു. എന്നാലും എന്റെ ശ്രുതി കള്ളത്തരമല്ലേ കാണിക്കുന്നത്? എന്റെ രേവതി, കൂടുതൽ സത്യസന്ധരായാലേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ഭയങ്കര പ്രയാസാ. അതും കൂടി ഒന്ന് മനസ്സിലാക്ക്. നമ്മൾ ആഗ്രഹിച്ചൊന്നും നേടാൻ പറ്റില്ലെന്നേ. നമ്മൾ ആഗ്രഹിച്ച് നേടണമെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ കാണിക്കണം. അത് വലിയ തെറ്റൊന്നുമല്ല, ചെറിയ ചെറിയ കള്ളത്തരങ്ങളല്ലേ ഇതൊക്കെ. അല്ല, നീ നിന്റെ ഭർത്താവും കള്ളത്തരം കാണിച്ചോ? എന്തിനാ ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്? എന്റെ പൊന്നു രേവതി, ഇത് ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കൂടും കൂടെ വേണ്ടിയാ, നമ്മുടെ ഫാമിലിക്കും കൂടെ വേണ്ടിയാ. ബിസിനസ് ഡെവലപ്പ് ആയാലോ അതിന്റെയൊക്കെ ഗുണമാർക്കാ നമ്മുടെ ഫാമിലിക്ക് കിട്ടില്ലേ? അച്ഛന് കിട്ടില്ലേ? അമ്മയ്ക്ക് കിട്ടില്ലേ? സച്ചിക്ക് കിട്ടില്ലേ? ശ്രീകാന്തൻ കിട്ടില്ലേ? രേവതിക്ക് കിട്ടത്തില്ലേ? വർഷയ്ക്ക് കിട്ടത്തില്ലേ? ശ്രുതിക്ക് കിട്ടി നല്ലൊരു ചാൻസ് നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ ഹെൽപ്പ് ചോദിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അത് പിന്നെ ശ്രുതി, സച്ചേട്ടന് ഇതൊന്നും ഇഷ്ടാവില്ല. സച്ചേട്ടൻ ഇതറിഞ്ഞ് ദേഷ്യപ്പെടും. സച്ചിയോട് ശ്രീകാന്തിനോട് ശ്രുതി ഈ കാര്യം സംസാരിക്കുന്നുണ്ടോ? അപ്പൊ ആകെ പ്രശ്നമാവൂല്ലോ, ഇന്ന് വീട്ടിൽ അടി ഉറപ്പാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഓടി വന്നിട്ട് പറയാണ്, അതെ ശ്രുതി, സച്ചി ശ്രീകാന്ത് സമ്മതിച്ചു. കണ്ടോ കണ്ടോ രേവതി, സച്ചി സമ്മതിച്ചെന്ന്. സച്ചേട്ടൻ ഓക്കെ പറഞ്ഞോ? 2 പേരും ഓക്കെ പറഞ്ഞു, സമ്മതിച്ചു.
സച്ചേട്ടൻ ഓക്കെ പറയാൻ വഴിയില്ലല്ലോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. പറഞ്ഞു രേവതി പറഞ്ഞു, സച്ചേട്ടൻ ഓക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ആ അവരൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരും ഓക്കെ അല്ലേ, നിങ്ങളുടെ ഭർത്താക്കന്മാരും ഓക്കെ പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ ഓക്കെ പറഞ്ഞാല്, പ്ലീസ് പ്ലീസ് നിങ്ങളൊക്കെ പറയേ പ്ലീസ് പ്ലീസ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വർഷയും കൂടെ ഏതായാലും ഞങ്ങളുടെ ഹസ്ബൻഡ് ഓക്കെ പറഞ്ഞല്ലോ, എന്നാ പിന്നെ ഓക്കെ, പ്രശ്നമില്ല, ഞങ്ങൾക്ക് സമ്മതമാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പൊ വർഷയും പറഞ്ഞു ഞാനും ഓക്കെയാ, ഞാനും സമ്മതിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ സമ്മതിക്കുകയാണ്. അപ്പൊ നമ്മുടെ വർഷ പറയാണ്, നമ്മൾ എല്ലാവരും ചേർന്ന് നാളെ വരുന്ന നിങ്ങളുടെ ബിസിനസ്സുകാരന്റെ മുമ്പിൽ ഒരു ഡ്രാമ കളിക്കുകയാണ്, നമുക്ക് സൂപ്പർ ആക്കാം. അപ്പൊ ഓക്കെ. അപ്പൊ ശ്രുതി പറഞ്ഞു ഓക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് ശ്രുതിയും ഇനി ഇപ്പൊ മേക്ക് ഓവർ ആയിരിക്കും ഫുള്ള്. അയ്യോ, നമ്മുടെ സച്ചി വലിയ 50 കാറുള്ള പണക്കാരൻ, രേവതി പണക്കാരന്റെ ഭാര്യ. എന്തൊക്കെ കണ്ടാലാണല്ലേ. ഏതായാലും ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് കടന്നു വരികയാണ് രേവതി. സച്ചേട്ടാന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് നേരെ ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുക്കുക, കിടക്കാറൊക്കെ ആയിട്ടോ. ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്ന ശീലം ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് പാലൊക്കെ ഇങ്ങനെ കൊടുത്തു. പാലൊക്കെ ഇങ്ങനെ മേടിച്ച് കുടിക്കാൻ തുടങ്ങിയിട്ട് സച്ചി ഇന്ന് പാലിന് നല്ല ചൂടാണല്ലോ, മൊത്തത്തിലൊരു ചൂടുണ്ടല്ലോ, മൊത്തത്തിലൊരു ചൂടൊക്കെ ഉണ്ട്. എന്താ എന്താ സച്ചേട്ടൻ ഇപ്പൊ വേണ്ടത്? അല്ല നീ എന്താ ചിരിക്കുന്നത്? എനിക്ക് കാര്യം മനസ്സിലായി, ബാ കിടക്കാം. അച്ഛേ ഇതെന്നെ സച്ചേട്ടാ, ഞാൻ ചിരിച്ചു അതിലൊന്നുമല്ല, പോ സച്ചേട്ടാ ഒന്ന്. അല്ല പിന്നെന്തിനാ നീ ചിരിച്ചത്? അതെ വേറൊന്നുമല്ല, സച്ചേട്ടൻ വലിയ മുതലാളി, 50 കാറിന്റെ ഓർഡറാണ് അത്ര. അത് കേൾക്കുമ്പോ എങ്ങനെയാ സച്ചേട്ടാ ചിരിക്കാതെ ഇരിക്കുക? എനിക്ക് സത്യം പറഞ്ഞ് ചിരിച്ച് ആകാൻ തോന്നുന്നുണ്ട്. അല്ല അപ്പൊ നീ ആരാ? 50 കാറിന്റെ ഓണറിന്റെ ഭാര്യ, അത് നീ മറന്നുപോയോ? എന്റെ പൊന്ന് സച്ചേട്ടാ, നിങ്ങളുടെ ഏട്ടൻ എന്തൊരു തള്ളിയത്. അദ്ദേഹത്തിന് 7 ഡിഗ്രി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതിന് ഒന്ന് ഈ കള്ളം പറയുന്നതിലാണെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ തള്ളുവോ? അതെ, അവൻ സത്യം പറഞ്ഞാലേ രേവതി അത്ഭുതപ്പെടേണ്ടത്. എന്നാലും സച്ചേട്ടൻ വേഷം കെട്ടാൻ സമ്മതിച്ചല്ലോ, എനിക്ക് അത്ഭുതം. അത് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല രേവതി, അവൻ വലിയ സ്വപ്നമൊക്കെ കണ്ട് നടക്കുകയല്ലേ. ഇതുകൊണ്ട് അവൻ നന്നാകുവാണെങ്കിൽ നന്നാകട്ടെ എന്ന് കരുതിയിട്ടാ. കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട്. അല്ലെങ്കിലും എന്റെ പൊന്നു സച്ചേട്ടാ, പണക്കാരനായി സച്ചേട്ടനെ കാണുമ്പോ എനിക്ക് ഇരുവരും സത്യമാട്ടോ. പിന്നെ കള്ളം പറയല്ലേ, എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. പേടിക്കൊന്നും വേണ്ട, എന്തിനാ പേടിക്കുന്നത്? നമ്മൾ വെറുതെ വേഷം കിട്ടി അങ്ങോട്ട് നിന്നാ മതി. ആ ബിസിനസ്സുകാര് നമ്മളോട് സംസാരിക്കാനൊന്നും വരത്തില്ലെന്നേ. എന്തായാലും സച്ചേട്ടാ എന്തിനിങ്ങനെ കള്ളം പറയുന്നത്? സത്യം പറഞ്ഞാൽ എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത്? അവൻ എന്തൊക്കെയോ അദ്ദേഹത്തിനോട് പറഞ്ഞേക്കുന്നതെന്ന് ആർക്കറിയാം. അമ്മ ഇംഗ്ലണ്ടിലെ രാജ്ഞിയാണെന്ന് പറയാത്തത് എന്തോ ഭാഗ്യം. അതങ്ങനെ വിചാരിച്ചാ മതി, അല്ലെങ്കിൽ അങ്ങനെ അവൻ പറഞ്ഞേനെ. 50 കാറിന്റെ ഓണറാണല്ലോ ഞാനെന്ന് ഓർത്തിട്ട. അല്ല ഈ 50 കാറിന്റെ ഓണർമാർ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? അങ്ങനത്തെ ഭാര്യ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്? അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മളായിട്ട് ഒരു കുറവുണ്ടാക്കാൻ പാടില്ല. എന്ത് മനസ്സിലാക്കാന്? അവര് മനുഷ്യര് തന്നെയല്ലേ. ഒരു കോടീശ്വരന്റെ വീട്ടില് ഞാൻ പൂ കൊടുക്കാറുണ്ട്, അവര് ഒരു സാധാരണ രീതിയിലാണ് പെരുമാറുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ കൊടുക്കുന്നതേ ഇതുപോലെ ഒരു ഉടുക്കുന്നത് ഇതുപോലെ ഒരു കോട്ടൺ സാരിയാ, കഴുത്തിൽ ഒരു ചെറിയ മാല. അവരങ്ങനെ സ്വർണ്ണം ഒന്നും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അതങ്ങനെയാ രേവതി, എത്ര പണം വന്നാലും സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കണം. ചിലർ ക്യാഷ് ഇല്ലെങ്കിലും വേഷം കെട്ടി ആ കൂട്ടത്തിൽ പെട്ടവരാണെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കും. അങ്ങനെ ഒരുത്തനാണേ നമ്മുടെ ഈ ഓട്ടക്കാരൻ. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് ഈ വേഷമൊക്കെ കെട്ടിക്കുന്നത്. അത് പിന്നെ സച്ചേട്ടാ, ശ്രുതി എന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരുക്കും അത്രേ. അപ്പം എന്നെ ഉണ്ടല്ലോ വേറൊരു ലുക്കിലായിരിക്കില്ല കാണുന്നത്. നിനക്ക് എന്തിനാ രേവതി മേക്കപ്പ്? നീ സുന്ദരിയല്ലേ. അതെ, വില കൂടിയ ഡ്രസ്സൊക്കെ മേടിച്ചു തരുമെന്നാ പറഞ്ഞത്. എന്നോട് ഓട്ടക്കാരൻ അങ്ങനെയൊക്കെ പറഞ്ഞു. ഏതായാലും രണ്ടുപേർക്കും നല്ല ക്യാഷ് ചെലവാകും, അത് ഉറപ്പായ കാര്യമാ. അല്ല പക്ഷെ ഇതൊക്കെ ശരിയാണോ സച്ചേട്ടാ? ഒരാളെ പറ്റിച്ചിട്ട് വേണോ ഡീലർഷിപ്പ് ഒക്കെ നേടാനായിട്ട്? അതെന്തേലും ആവട്ടെ, നമുക്കങ്ങ് നിന്ന് കൊടുത്തേക്കാം. അതിനിപ്പോ എന്താ, അവന് ഡീലർഷിപ്പ് കൊട്ടിയിട്ടുണ്ടായത് നല്ല കാര്യമല്ലേ. അങ്ങനെ ഒന്ന് ഓർത്താ മതി രേവതി. ഏതായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീനെയാണ്. അങ്ങനെ ഇവർക്ക് മേടിക്കാൻ പോകുന്നതിന്റെ കണക്ക് ലിസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കുകയാണ് കേട്ടോ ശ്രുതി. കാരണം നല്ല പൈസ ചെലവാ. കൂളിംഗ് ഗ്ലാസ്, സഞ്ച്, സാരി, കോട്ട്, ഷൂവ്, ചെരുപ്പ്, ഒന്നും പറയാനൊന്നും ഇല്ല. അപ്പൊ അതുപോലെ അന്തം വിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടെ ഇന്നത്തെ വിശേഷം അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ അലീനയുടെ ഇന്നത്തെ ഫുൾ വിശേഷം ഞാൻ നമ്മുടെ റീൽ സ്റ്റോറിക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ പോയി ഒന്ന് കാണട്ടോ. അപ്പൊ ടാറ്റാ ബൈ ബൈ.